വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂർ മെട്രോയിൽ കയറിയിട്ടുണ്ടെങ്കിലും അതെല്ലാം ഓർമ്മയിൽ പോലുമില്ല. അതുകൊണ്ട് ഓർമ്മ പുതുക്കാനായി എറണാകുളം മെട്രോയിൽ ഞാൻ ആദ്യമായി കയറുകയാണ് ഗൈസ്. എറണാകുളം ടൗണിൽ നിന്ന് എടപ്പള്ളി വരെ ഒന്ന് പോവുകയാണ്, ഒന്ന് ലുലു മാൾ കാണുവാൻ വേണ്ടി. എൻ്റെ ട്രെയിനിൻ്റെ പേര് യമുന എന്നായിരുന്നു. 15 മിനിറ്റ് കൊണ്ട് തന്നെ ലുലു മാളിൽ ഞാൻ എത്തി. 15-20 ആയി കേട്ടോ. ഇറങ്ങി മുന്നോട്ട് നടന്നപ്പോൾ ലുലു മാളും താഴെയുള്ള ട്രാഫിക് തിരക്കുകളും കണ്ടു. അതൊന്ന് തണുപ്പിക്കാൻ വേണ്ടി മക്ഡൊണാൾഡ്സിൻ്റെ ഒരു ഐസ്ക്രീം, അതായത് സോഫ്റ്റ് ഐസ് വാങ്ങി മാളിലേക്കുള്ള വഴിയിലേക്ക് നടന്നു. കുറേയൊക്കെ ചുറ്റിയെങ്കിലും അവസാനം മാളിലേക്കുള്ള വഴി കണ്ടെത്തി. ടണൽ പോലെയുള്ള പാതയിലൂടെ നടന്ന് അവസാനം മാളിനുള്ളിലേക്ക് കയറി ഗൈസ്. അവധി ആയതുകൊണ്ടോ വീക്കെൻഡ് ആയതുകൊണ്ടോ എന്നറിയില്ല, അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു മാളിൽ. മാളിൻ്റെ സൗന്ദര്യം പകർത്തിക്കൊണ്ട് നടക്കെ അതാ അവിടെ നിൽക്കുന്നു ഭീമനെ പോലൊരു ചേട്ടൻ. സെക്യൂരിറ്റി ചേട്ടൻ മാളിൻ്റെ വീഡിയോ എടുത്താൽ വഴക്ക് പറയുമെന്ന് വിചാരിച്ച് കുറച്ചു നേരം ഫോൺ താത്ത വെച്ചെങ്കിലും അവിടെയുള്ള ഫൺ ടൂറയിലേക്ക് കണ്ണുപോയി. വേറൊന്നുമല്ല, സീറോ ഗ്രാവിറ്റി. ഏറെ കയറണമെന്ന് ആഗ്രഹിച്ച സീറോ ഗ്രാവിറ്റി. കുറച്ചു നേരം അവിടെ വായിനോക്കി നിന്നതിന് ശേഷം ഫുഡ് കോർട്ടിലേക്ക് ഞാൻ കടന്നു. കുറച്ച് ഹെൽത്തി ഡിന്നർ കഴിക്കാമെന്ന് കരുതി ഒരു ഹണി കേക്കും ഒരു ഫ്രൂട്ട് പൈഫും ആണ് ഫ്രൂട്ട് ബേയിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തത്. ട്രിപ്പ് കഴിഞ്ഞ് ബില്ലടച്ച് വരുമ്പോൾ CNN എന്തോ ഗെയിമിൻ്റെ പരിപാടി നടക്കുകയായിരുന്നു. പിള്ളേരെല്ലാം മൈനർ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു. ഗെയിം കാണാതെ ഹൈപ്പർ മാർക്കറ്റിൽ കയറി ഒരു റോയിൻ്റെ മാംഗോ ഡ്രിങ്കും എടുത്ത് ഞാൻ മെട്രോയിൽ തിരിച്ചു പോവുകയാണ് ഗൈസ്. കാരണം എനിക്ക് നോക്കി നിൽക്കാൻ സമയമില്ല. ഇങ്ങോട്ട് വന്നതിനേക്കാൾ തിരക്ക് അങ്ങോട്ട് പോകുവാനായിരുന്നു. ഇന്നത്തെ മെട്രോ യാത്ര അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ ശേഷം ടീ കപ്സിൽ നിന്ന് ഒരു ചായ കുടിച്ചു. ഒടുവിൽ എറണാകുളത്ത് വന്ന എൻ്റെ ലക്ഷ്യം ഞാൻ പുറത്തു പറയാം. ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി വന്നതാണ്. അങ്ങനെ എനിക്ക് 3 സുഹൃത്തുക്കളെയും കിട്ടി. അങ്ങനെ ഞങ്ങൾ സ്ലീപ്പർ ബസ്സിൽ ബാംഗ്ലൂരേക്ക് യാത്രയായി. ബാംഗ്ലൂരിലെ വിശേഷങ്ങളുമായി അടുത്ത വ്ലോഗുമായി കാണുന്നവരേക്കും ബൈ ബൈ.